എല്ലാവരും സൈലന്റ് ആണ്. നല്ല പങ്കാളിത്തമാണ്. സന്തോഷിക്കാൻ, കൂട്ടുകൂടാൻ, അതുപോലെ കൂട്ടായി സഞ്ചരിക്കാൻ ഉള്ള മനസ്സിന് സന്തോഷം നൽകുന്ന പരിപാടികളാണ് മുഖ്യ പരിപാടിയായി ഇവർ ആവിഷ്കരിക്കുന്നത്. സംസാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനം അതാണ്. നമ്മുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ ഏത് ആശയവും ഏത് കാര്യവും നമ്മളെ ബോധ്യപ്പെടുത്താനും കടുകട്ടി സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ പലരും മതത്തിന് അകത്ത് നിൽക്കുന്നത് ഭയപ്പെട്ടാണ്. ഭയത്തിന്റെ ഒരു ചുറ്റുപാടാണ് എല്ലാ മതങ്ങളും സൃഷ്ടിക്കുന്നത്. അതിൽ നിന്ന് മോചനം നേടാനാക്കി കൂട്ടായ്മ, കൂട്ടായ എല്ലാ മേഖലയിലുള്ള കൂട്ടായ പ്രവർത്തനവും ഐക്യവും സഹകരണവും പ്രധാനം. അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര ചിന്തകരാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു, ഭയപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. ഞാൻ 80-ലാണെന്ന് തോന്നുന്നു ആദ്യമായി ഈ സംഘടനയുമായി ബന്ധപ്പെട്ടു. അന്നും ഇന്നും ഞാൻ ഒരുപാട് തന്നെ സ്വതന്ത്ര ചിന്തകനാണ്, യുക്തിവാദിയാണ്. എന്റെ പ്രദേശത്തും എന്നെ അന്വേഷിച്ചാൽ ഞാൻ യുക്തിവാദിയാണ് എന്ന് ഞാൻ പലരും പറയും. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരാളായി സംസാരിക്കുമ്പോൾ തൊഴിലുറപ്പിന് വന്ന കുറെ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ ജനാധാരനായി അധികം സംസാരിക്കേണ്ട നിങ്ങൾ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് അധികം സംസാരിക്കരുത് എന്ന് പറയുന്ന ചിന്തിക്കുന്ന തരത്തിലേക്ക് എന്റെ സമൂഹത്തിൽ അറിയപ്പെടുന്ന എന്റെ ചുറ്റുപാട്, എന്റെ സ്വകാര്യ ജീവിതവും ശാസ്ത്ര ചിന്തയ്ക്കും യുക്തി ചിന്തയ്ക്കും പേരോടുന്ന തരത്തിലുള്ളതാണ്. അല്ലാതെ ഞാനൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളല്ല. ഈ വൈരുദ്ധ്യം നമ്മുടെ യുക്തിവാദികളുടെ ഇടയിൽ ഒരുപാടുണ്ട്. സംസ്ഥാന യുക്തിയായ സംഘത്തിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ആ സംഘടനയ്ക്ക് ബന്ധമുണ്ട്. ആ സംഘടന ഞാൻ സംഘടനയ്ക്ക് വരുന്ന കാലത്ത് ഞാൻ ഒളവണ്ണ പഞ്ചായത്തില് കുന്നത്തുവാലാണ് എന്റെ വീട്. ഒളവണ്ണ പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ECC എക്സിക്യൂട്ടീവിലെ മെമ്പറായിരുന്നു. ഷൺമുഖദാസ്, KK രാമചന്ദ്രൻ മാഷ്, മേയറായിരുന്ന A ശങ്കരൻ തുടങ്ങിയ ആളുകൾ എന്റെ സഹപ്രവർത്തകരായിരുന്നു. പക്ഷെ ഞാൻ കോൺഗ്രസിൽ നിന്നാണ് യുക്തിവാദി സംഘത്തിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ യുക്തിവാദി സംഘത്തിൽ വന്നപ്പോ കാണുന്നത് അന്ധമായ പാർട്ടി വിധേയത്വമാണ്. എങ്കിലും ഒരു പരിധി വരെ ഞാൻ സഹിച്ചു. ഒരുപാട് വർഷങ്ങളിൽ ഒരു പുരോഗമന ചിന്താഗതിയാണ് എന്നുള്ള നിലയ്ക്ക് ഈ യുക്തിവാദി സംഘത്തിന്റെ കൂടെ തന്നെ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന എക്സിക്യൂട്ടീവൊക്കെ വന്നത്. പക്ഷേ ഒരിക്കൽ വർഷങ്ങൾ കഴിഞ്ഞ് കലാനാഥൻ മാഷുമായി ഒരു അഭിമുഖത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അയാളുമായി ഒരു അഭിമുഖം അടിച്ചു വന്നപ്പോൾ അയാൾ പറഞ്ഞത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാംസ്കാരിക രംഗം ഉപേക്ഷിച്ചപ്പോൾ എന്നെ പോലുള്ള ആളുകൾ യുക്തിവാദി സംഘത്തിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വഴിയൊരുക്കിയത് എന്നാണ് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ ഞാൻ ആ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ സാംസ്കാരിക സംഘടന പ്രവർത്തിക്കുന്നതെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് സാധില്ല. അങ്ങനെയാണ് എന്നെ പോലുള്ള ആളുകൾ പിന്നീട് ഞാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതിനെ വിട്ടുപോരുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് സയൻസ് ട്രസ്റ്റ് ആദ്യമായി സംഘടിപ്പിക്കുന്നത്. സയൻസ് ട്രസ്റ്റിലൂടെയാണ് അതുപോലെ ഡോക്ടർ വിശ്വനാഥനും തുടങ്ങിയുള്ള പുതുമുഖങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്ന ആ വേദിയിലാണ് ഇന്ന് ഈ രൂപത്തിൽ വളർന്ന് വന്നിരിച്ചത്. ആദ്യത്തെ യോഗം എന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ജബ്ബാറും നമ്മുടെ നാസറും ഒട്ടേറെ പേരുണ്ടായിരുന്നു. 2-3 ദിവസം മറ്റോട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പൊതുപരിപാടികൾ പ്ലാൻ ചെയ്തത്. ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു.
പുതിയ ആളുകൾ, പുതിയ തലമുറ, യുവാക്കൾ, കുട്ടികൾ, ഇവരെ നമുക്ക് ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. അത് യുക്തിവാദം പറഞ്ഞിട്ടോ അവർക്ക് ദഹിക്കാത്ത ആശയങ്ങൾ കൊടുത്തിട്ടോ ആവരുത്. അവരറിയാതെ നമ്മളെ ബന്ധങ്ങളിലൂടെ, കൂട്ടായ്മകളിലൂടെ ആവണം. ഞാനിത് പറഞ്ഞു വരുന്ന ഞാൻ ഇന്നും യുക്തിവാദിയായി എൻ്റെ പ്രദേശത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ട്. എല്ലാ മതത്തിന്റെ ആളുകളും ഉണ്ട്. ഞാൻ ആ പ്രദേശത്ത് ഇന്നും ആ എൻ്റെ ഏരിയയിലെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇന്ന് അവരെ എന്നെ മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെ ഒഴിവാക്കാൻ തയ്യാറില്ല. ഞാൻ അതിന്റെ പാറ്റനാണ്, അതിന്റെ രക്ഷാധികാരിയാണ്. എന്തുകൊണ്ടായി നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടിയിലെ നമ്മളൊരു പുരാരിമംഗളം റിട്ടയർ ചെയ്ത പ്രൊഫസറായിരുന്നു എൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം പൊതുപരിപാടി വന്നപ്പോൾ എന്നോട് നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്. ഞാൻ ചോദിച്ചു, മാഷെ നമ്മളെ ആരെ പ്രാർത്ഥന കഴിക്കാം? ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കളുടെ തന്നെ പല ദൈവങ്ങളെ ആളുകളുണ്ട്. ഏത് ദൈവത്തിനും പ്രതികരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കഴിക്കാം. കഴിയുമ്പോൾ നമ്മളത് ഒഴിവാക്കില്ല. തർക്കമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ഇന്ന് വരെ നമ്മളെ പരിപാടിയിൽ റെസിഡൻസ് അസോസിയേഷൻ പരിപാടിയുടെ പ്രാർത്ഥനയോ മതപരമായ ആഘോഷങ്ങളോ ഞങ്ങൾ നടത്തിയില്ല. പക്ഷെ ഞങ്ങൾ ആഘോഷങ്ങൾ നടത്താറുണ്ട്, യാത്രകൾ പോകാറുണ്ട്, എല്ലാ പരിപാടികളും നടത്താറുണ്ട്. നമുക്ക് ടാക്ടിക്സ് വേണം. വിശ്വാസികളുടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കുന്നത് നമുക്ക് ടാക്ടിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരാളായി മാറുകയും അവരെ വിശ്വാസവും ആദരവും പിടിച്ചു പറ്റുകയും അവരെ കൂട്ടായി പ്രവർത്തിക്കാൻ കൊണ്ടുപോവുകയും വേണം. അങ്ങനെ ആകുമ്പോൾ കുറെ ആളുകൾ നമ്മളോടൊപ്പം വളർത്തിയെടുക്കാൻ കഴിയും. പല ആളുകളും ഇപ്പം നമ്മളെ കൂടെയുണ്ട്. എന്നെ ആ രൂപത്തിൽ സ്നേഹിക്കുകയോ ആദരിക്കുകയോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ അവരോടുള്ള പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ടാണ്. ആ പ്രവൃത്തികൾ നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം. യുക്തിവാദികൾ ഒരിക്കലും സാമൂഹ്യമായി ഒരു തിന്മയുടെ ഉടമയായിക്കൂടാ. ചില ആളുകൾ പറഞ്ഞത് മദ്യപിക്കാനുള്ള സ്വതന്ത്രമായ സ്വാതന്ത്ര്യമാണ്, വ്യഭിചാരത്തിലുള്ള മേഖലയാണ്. ആ രൂപത്തിലൊന്നും അതിനെ കാണരുത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ പുരോഗമനപരമായി ചിന്തിക്കണം. വ്യക്തികളുടെ സന്തോഷം അത്യാവശ്യം ഒരു 100 അടിക്കണം, അടിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ആരെങ്കിലും സ്വതന്ത്രമായ ലൈംഗികതയുണ്ട്, കോഹാബിറ്റേഷൻ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അത് ഒരു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അത് സംസാരിക്കാണ്ട് പിന്നീട് പറയും. അടുത്തത് നമ്മുടെ കുഞ്ഞിരാമൻ